ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് AKSGU അധ്യാപക സംഘടന നടത്തിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുണ്ട്. പേപ്പർ 1ഉം പേപ്പർ 2ഉം. മക്കളതൊക്കെ പോയി കാണുക, നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് മലയാളം. 1. ഒരു പച്ചയെടുത്താൽ ജീവിതം എങ്ങനെ പച്ച പിടിക്കും? ഈ വരികൾ ഏത് കവിതയിലാണുള്ളത്? വാവജീവനെ കാക്കുന്നു. ബി. മണിയപ്പൻ്റെ മഴു. സി. കുട്ടിയുടെ പുഴ. ഡി. കാറ്റു പറഞ്ഞത്. ആൻസർ മണിയപ്പൻ്റെ മഴു. 2. ഡയറി കുറിപ്പുകൾ പലപ്പോഴും മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രചനകളായി തീരാറുണ്ട്. സ്റ്റാറ്റ ഫിലിപ്പോവിച്ച് എന്ന 11കാരിയുടെ മിക്കി എന്ന ഡയറി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? ആൻസർ രാജൻ തൂവാര. 3. നിർഭയ എന്ന കവിതയിൽ മനുഷ്യൻ പ്രകൃതിയോട് കാട്ടുന്ന എന്ത് ക്രൂരതയെക്കുറിച്ചാണ് പറയുന്നത്? ആൻസർ ബി. കുന്നിടിക്കൽ. 4. പുഴയെ പുസ്തകത്തിൽ ഒളിച്ചു വെച്ച് കുട്ടി ഉച്ചഭക്ഷണം കഴിക്കാൻ ഓടിപ്പോയി. പുഴയെ പുസ്തകത്തിൽ ഒളിച്ചു വെച്ചു എന്ന പാഠഭാഗം കുട്ടിയുടെ ഏത് ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ സി ആണ്, പുറത്തിറങ്ങി പ്രകൃതിയിൽ നിന്ന് പഠിക്കാനുള്ള ആഗ്രഹം. 5. പപ്പായ പ്ലസ് പഴം. പപ്പാഴപ്പഴം. മാതൃക പോലെ എഴുതാൻ കഴിയുന്ന വാക്കുകൾ ഏതെല്ലാം? എ. ആഴി പ്ലസ് തിര ആഴിത്തിര. ബി. കണ്ണിൽ പ്ലസ് പെടാതെ കണ്ണിൽ പെടാതെ. ചിതറി പ്ലസ് ഓടി ചിതറിയോടി. ഡി. പൊരുതി പ്ലസ് തോറ്റവർ പൊരുതി തോറ്റവർ. സി ശരിയല്ല. ആൻസർ ബി. എ, ബി, ഡി ശരിയാണ്. 9 പേരവർ കൽപ്പണിക്കാർ ഒരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാരൊമ്പതും ഒന്നിച്ചു വാണിരുന്നു. ONV കുറുപ്പിൻ്റെ പ്രശസ്തമായ കവിതയിലെ വരികളാണിത്. കവിത ഏത്? ആൻസർ ഡി ആണ്, അമ്മ. 7. കറുകപ്പുൽ മൈതാനത്ത് കായികമേള ഗംഭീരമായി നടന്നു. ഈ വാക്യത്തിൽ കറുകപ്പുൽ മൈതാനം എന്നത് ശരിയായി വികസിപ്പിച്ച രൂപമേത്? ആൻസർ സി. കറുകപ്പുല്ല് നിറഞ്ഞ മൈതാനം. 7. അവസാനം ആ തോടും ചത്തുപൊങ്ങി. ഈ വരികളിലെ ആശയം എന്ത്? സി ആണ്, തോട്ടിലെ ജീവികൾ നശിച്ചത് മൂലം തോടും നശിച്ചു. 9. അക്ഷരമാല ക്രമത്തിൽ എഴുതിയാൽ ശരിയല്ലാത്ത കൂട്ടമേത്? ആൻസർ ബി. അഭിമാനം, തേന്മഴ, പുസ്തകം, നീലഗിരി. 10. ദേ നോക്കിയേ, കടുവ നിന്നെ പോലെ തന്നെ ഇല്ലേ? മുകളിൽ തന്നിട്ടുള്ള വാക്യത്തെ ചിഹ്നം ചേർത്ത് എഴുതിയതിൽ ശരിയായത് ഏത്? ആൻസർ എ. ദേ നോക്കിയേ, കടുവ നിന്നെ പോലെ തന്നെ ഇല്ലേ? ഇനി ഇംഗ്ലീഷ്. ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. പുട്ട് യുവർ ബുക്സ് ഡാഷ് ദ ബാഗ്. ആൻസർ ഓപ്ഷൻ എ, ഇൻ ദ ബാഗ്. 12. വിച്ച് വേർഡ് ഈസ് സ്പെൽറ്റ് കറക്റ്റ്ലി? ഏവരെ തന്നിട്ടുള്ളത് അല്ലേ? ഇവിടെ ആൻസർ സി ആണ്. 13. ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദ ഡോർ നൗ. വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് സേഫ്? ആൻസർ ബി, ഡേഞ്ചറസ്. 14. ഫൈൻഡ് ഔട്ട് ഓഡ് വൺ. ആൻസർ സി, ഫ്രണ്ട്. 15. ലിങ്കർ മീൻസ്? ആൻസർ ബി, ടു സ്റ്റേ ഫോർ എ വൈൽ. 16. ദ ബേർഡ്സ് വെർ ഡാഷ് ദെയർ വിങ്സ് ആസ് ദേ ഫ്ലൂ ഇൻ ദ എയർ. ആൻസർ ബി ആണ്, ഫ്ലട്ടറിങ്. 17. ചൂസ് ദ കറക്റ്റ് ഫ്രേസൽ വെർബ് ദാറ്റ് മീൻസ് ടു സ്റ്റോപ്പ് ഫെയർ. ആൻസർ പുട്ട് ഔട്ട്. 18. റീഅറേഞ്ച് ദ വേർഡ്സ് ടു മേക്ക് എ മീനിങ്ഫുൾ സെൻറ്റൻസ്. എന്താ നൽകിയിട്ടുള്ളത്? സ്റ്റാർട്ടഡ്, ദീദി, എവരി, കമ്മിങ്, ഡേ. എങ്ങനെ ഇതാ? ദീദി സ്റ്റാർട്ടഡ്, കമ്മിങ്, എവരി ഡേ. 19. കമ്പൈൻ ദ ഫോളോവിങ് സെൻറ്റൻസ് യൂസിങ് ആൻഡ്. ചേർത്ത് എഴുതാനാണല്ലേ. ഹി ഡ്രാങ്ക് ദ സൂപ്പ്, ഹി കണ്ടിന്യൂഡ് ഹിസ് ജേണി. ഹി ഡ്രാങ്ക് ദ സൂപ്പ് ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് ജേണി. 20. ചൂസ് ദ കറക്റ്റ് പ്ലൂറൽ ഫ്രം ഓഫ് ഫർണിച്ചർ. ആൻസർ എ. പ്ലൂറൽ എന്നാൽ ബഹുവചനാണ്, ഒന്നിൽ കൂടുതലുണ്ടാവും. സിംഗുലർ എന്നാൽ ഏകവചനം. ഇനി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു റെയിൽവേ ടിക്കറ്റിൽ 19:30 എന്ന് സൂചിപ്പിക്കുന്നത് ഏത് സമയത്തെ കാണിക്കുന്നു? ആൻസർ ഡി ആണ്, 7:30 PM. 22. റോമൻ അക്കം എൽ ഏത് സംഖ്യയെ സൂചിപ്പിക്കുന്നു? ആൻസർ സി, 50.
23. താഴെ തന്നിരിക്കുന്ന അക്കങ്ങൾ ഉപയോഗിച്ച് 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കുറവ് എണ്ണം വരുന്ന കൂട്ടങ്ങൾ ഏതെല്ലാം? ആൻസർ സി ആണ്, ബിയും ഡിയും. കാരണം അതിൽ 0 വന്നിട്ടുണ്ട് അല്ലേ. 24. നാം സാധാരണ ഉപയോഗിക്കാറുള്ള നീളത്തിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏത്? ആൻസർ മില്ലിമീറ്റർ. 25. രാവിലെ 7:50 സ്കൂളിൽ നിന്നും പുറപ്പെട്ട സ്കൂൾ ബസ് തിരികെ സ്കൂളിലെത്തിയത് 9:55 AM സ്കൂൾ ബസ് എത്തിച്ചേരാൻ എത്ര സമയമെടുത്തു? ആൻസർ ഡി 2 മണിക്കൂർ 5 മിനിറ്റ്. 7:50 മുതൽ 8:50 വരെ 1 മണിക്കൂർ, 9:50 വരെ 2 മണിക്കൂർ, പിന്നെ 5 മിനിറ്റ് ബാക്കി, 2 മണിക്കൂറും 5 മിനിറ്റ്. 26. ഒരു ടാൻഗ്രാമിൽ എത്ര ത്രികോണങ്ങളുണ്ട്? ആൻസർ 5. 27. വക്കുകളും മൂലകളും ഇല്ലാത്ത രൂപം ഏത്? ആൻസർ ഡി ഗോളം. 28. 15 ഗുണിക്കണം 6 ഗുണിക്കണം 0 ഗുണിക്കണം 40 സമം ഡാഷ്. ആൻസർ എത്രയാണ്? 0 വന്നിട്ടുണ്ട് അല്ലേ. 0 കൊണ്ട് ഏത് സംഖ്യ ഗുണിച്ചാലും 0 തന്നെയായിരിക്കും. ഓപ്ഷൻ ബി 0. 29. 9999 എന്ന സംഖ്യ അബാക്കസിൽ ചിത്രീകരിച്ചത് നോക്കൂ. ഇതിനോട് ഒരു മുത്തുകൂടി ചേർത്താൽ അബാക്കസിൽ എങ്ങനെ ചിത്രീകരിക്കും? ആൻസർ സി ആണ്. ഒരു മുത്തുകൂടി കൂട്ടിച്ചേർത്താൽ 10,000 ആവും. 10,000ൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത്, ബാക്കിയുള്ള സ്ഥാനത്തൊക്കെ 0 ആണ്, മുത്തുകൾ വേണ്ട. 30. മീന പെൻസിലിൻ്റെ നീളം അളക്കുന്നത് ചിത്രത്തിൽ കാണുന്ന രീതിയിലാണ്. പെൻസിലിൻ്റെ ശരിയായ നീളം എത്ര? ആൻസർ 4 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ എ. 31. ഒറ്റയാനെ കണ്ടെത്തുക. പ്രാവ്, തത്ത, കഴുകൻ, വവ്വാൽ. ആൻസർ ഡി ആണ്, വവ്വാൽ. വവ്വാൽ പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്നു, ഒരു സസ്തനിയാണല്ലേ. അതുപോലെ പറക്കുന്ന സസ്തനിയാണ് വവ്വാൽ. 32. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച സമയത്തെ ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ആൻസർ ബി എസ് സോമനാഥ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി 2023 ജൂലൈ 14. പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ. വിക്ഷേപണ വാഹനം LV-M3 M4. ചന്ദ്രയാൻ 3 വിജയകരമായിരുന്നു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്തത്. അതിൻ്റെ ഓർമ്മക്കായി ആഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ലാൻഡ് ചെയ്ത സ്ഥലത്തിന് അറിയപ്പെടുന്ന പേരെന്താണ്? ശിവശക്തി പോയിൻ്റ്. മക്കളെ ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വിശദീകരിച്ച് പറഞ്ഞത് കേട്ടോ. എക്സ്ട്രാ പറയുന്നതൊക്കെ മക്കൾ എഴുതി വെക്കണം കേട്ടോ. മക്കളെ നമ്മുടെ ചാനലിലൂടെ ദിനാചരണ ക്വിസ് വീഡിയോസ് നൽകുന്നുണ്ട് കേട്ടോ. 3 മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് നൽകുന്നത്. അതിലിത് വിശദമായിട്ട് ചാന്ദ്രദിന ക്വിസിന് ഇത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പഠിച്ച മക്കളുണ്ടാവും. ഒരു പ്രാവശ്യം കൂടി ആവർത്തിച്ച് പഠിക്കുക കേട്ടോ. 33. ഭൂമി ഭ്രമണം, പരിക്രമണം എന്നിവയ്ക്ക് എടുക്കുന്ന സമയം യഥാക്രമം ശരിയായി എഴുതിയിരിക്കുന്നത് ഏത്? ഭ്രമണം എന്നാൽ ഭൂമി സ്വയം കറങ്ങുന്നതാണ്. അത് 24 മണിക്കൂർ, അതായത് ഒരു ദിവസം. പരിക്രമണം ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുന്നു. അത് 365.4 ദിവസം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 34. സൂര്യനിൽ നിന്നും ഗ്രഹങ്ങളുടെ സ്ഥാനം ശരിയായി എഴുതിയിരിക്കുന്നത് കണ്ടെത്തുക. ആൻസർ ബി ആണ്, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. 35. സൂചനകളിൽ നിന്നും പക്ഷി ഏതെന്ന് കണ്ടെത്തുക. 1. എണ്ണമയമുള്ള തൂവലുകൾ. ഉള്ളതും കൂർത്തതും നീളമുള്ളതുമായ ചുണ്ട്. 3. ജലശേഖരങ്ങളുടെ സമീപം ജീവിക്കുന്നു. ആൻസർ ഡി ആണ്, നീലപ്പൊന്മാൻ. 36. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്. ആൻസർ ബി ചൊവ്വ. 37. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും സംസ്ഥാനം കണ്ടെത്തുക. ഭാഷ മറാത്തി, തലസ്ഥാനം മുംബൈ, തനത് കലാരൂപം തമാശ. ആൻസർ ബി ആണ്, മഹാരാഷ്ട്ര. 38. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന്. ആൻസർ നവംബർ 12. ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം? ഡോക്ടർ സാലിം അലിയുടെ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ഒരു കുരുവിയുടെ പതനം. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നു. കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. 39. കൊല്ലവർഷത്തിലെ ആദ്യത്തെ മാസം ഏത്?
ആൻസർ ബി ചിങ്ങം. 40 താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? എ നീർക്കോലി. കരയിൽ ഇഴയാൻ ശൽക്കങ്ങൾ സഹായിക്കുന്നു. ആമ നീളമുള്ള വാല് നീന്താൻ സഹായിക്കുന്നു. ഇത് തെറ്റാണല്ലേ. ഇത് മുതലൻ്റെ അനുകൂലനമാണ്. താറാവ് വിരലുകൾക്കിടയിലെ ചർമ്മം. തവള ശക്തിയുള്ള പിൻകാലുകൾ. ശരിയല്ലാത്തതാ ചോദിച്ചിട്ടുള്ളത്. ആൻസർ ബി ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷും മലയാളവും നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഈ GK ക്വസ്റ്റ്യൻസ് ആണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ ബി KG ശങ്കരപ്പിള്ള. 2 തെറ്റായ ജോഡി കണ്ടെത്തുക. എ ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു. അത് ശരിയാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സുഭാഷ് ചന്ദ്രബോസ്. തെറ്റാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. സി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. അത് ശരിയാണ്. ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതും ശരിയാണ്. ആൻസർ ബി ആണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശില്പി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് കേട്ടോ. 43 താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും ജില്ല ഏതെന്ന് തിരിച്ചറിയുക. 1 കേരളത്തിലെ ഒരു തീരദേശ നഗരമാണ് ഈ ജില്ല. 2 അറക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല. ജില്ല തിരിച്ചറിഞ്ഞല്ലോ. കൺഫ്യൂഷൻ വേണ്ട, അടുത്തതും കൂടി വായിക്കാം. കേരളത്തിലെ ഇന്ന് നിലവിലുള്ള ഏക കൻ്റോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ജില്ലയിലാണ്. തെയ്യം പ്രധാന കലാരൂപമാണ്. ആൻസർ സി ആണ്. കണ്ണൂർ. 44 ഇന്ത്യ കേരളം തുടങ്ങിയ ഭൂപടങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്താനുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ബി ജിയോഗ്രഫി. 45 ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1 പക്ഷികളുടെ തൂവൽ നിർമ്മിച്ചിരിക്കുന്നത് കെരാറ്റിൻ എന്ന പദാർത്ഥം കൊണ്ടാണ്. അത് ശരിയാണ്. 2 പക്ഷികളുടെ ശരീരോഷ്മാവ് നിലനിർത്താൻ സഹായിക്കുന്നത് തൂവലുകളാണ്. ശരിയാണ്. 3 പക്ഷികളെ പറക്കുവാനും നിവർന്നു നിൽക്കുവാനും സഹായിക്കുന്നത് തൂവലുകളാണ്. അത് ശരിയാണ്. 4 തൂവലുകളുള്ള പക്ഷികൾക്കെല്ലാം പറക്കാൻ സാധിക്കും. ആൻസർ തെറ്റാണ്. 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ എ. 46 ആധാറിൻ്റെ പുതിയ ഭാഗ്യചിഹ്നമായ ഉദയ രൂപകൽപ്പന ചെയ്തതാര്? ആൻസർ ബി അരുൺ ഗോകുൽ. 47 ഈയിടെ അന്തരിച്ച പഴയകാല താരമാണ് ദേവീന്ദർ സിംഗ് ഗാർച്ച. അദ്ദേഹം ഏത് ഇനത്തിലെ താരമാണ്? ആൻസർ ബി ഹോക്കി. 48 ജാപ്പനീസ് ക്വൈൻ എന്നറിയപ്പെടുന്ന പക്ഷി ഏത്? ആൻസർ സി കാടപ്പക്ഷി. 49 തന്നിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഉപ്പ് സത്യാഗ്രഹം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു, ക്വിറ്റ് ഇന്ത്യ സമരം. ഫസ്റ്റിൽ ഉപ്പ് സത്യാഗ്രഹം, 2ാമത് 4 ക്വിറ്റ് ഇന്ത്യ സമരം. അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ലാസ്റ്റ് വരുന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ആൻസർ ബി ആണ്. 1, 4, 2, 3. 50 താഴെ നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക. 1 1856 ജൂലൈ 23 ജനിച്ചു. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. 3 ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മണ്ഡല ജയിലിൽ 6 വർഷം തടവിലായി. 4 ലോകമാന്യ എന്നറിയപ്പെടുന്നു. ആൻസർ സി ബാലഗംഗാധര തിലക്. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും.